നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 9-ന് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ ജയിച്ചാൽ പുതിയ മുഖ്യമന്ത്രിമാരെ കൊണ്ടുവരാൻ BJP തീരുമാനിച്ചിരുന്നു. മധ്യപ്രദേശിൽ ഭരണം നിലനിർത്തുകയും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസിനെ പുറത്താക്കുകയും ചെയ്തതോടെ പുതിയ താരോദയങ്ങൾക്ക് പാർട്ടി കേന്ദ്ര നേതൃത്വം വഴി തുറന്നു. ഭരണം നിലനിർത്തിയിട്ടും മധ്യപ്രദേശിൽ 2005 മുതൽ താൻ അലങ്കരിക്കുന്ന മുഖ്യമന്ത്രി പദം വിട്ടുകൊടുത്ത് ശിവരാജ് സിംഗ് ചൗഹാനും രാജസ്ഥാൻ അടക്കിവാണ വസുന്ധര രാജ സിന്ധ്യയും 2003 മുതൽ 2018 വരെ മുഖ്യമന്ത്രി പദം വഹിച്ച രമൺ സിംഗും പിന്നണിയിലേക്ക് നീങ്ങുകയും ചെയ്തു. സംസ്ഥാനങ്ങളിൽ പാർട്ടി ഭരണത്തിലെത്തുന്നത് പാർട്ടിയുടെ ശക്തിയുടെ തെളിവാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് BJPയുടെ തെരഞ്ഞെടുപ്പ് കരുനീക്കങ്ങൾ നടത്താറ്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി മോദിയെയും അദ്ദേഹം നൽകിയ ഉറപ്പുകളെയും കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണം. മുഖ്യമന്ത്രിമാർ സംസ്ഥാനങ്ങളിലെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തീരുമാനങ്ങളും നയങ്ങളും കൃത്യമായി നടപ്പാക്കുന്നവരുമാകണമെന്ന് നിർബന്ധമുണ്ട്. മറ്റു പാർട്ടികളിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുമ്പോഴും ഭരണ തുടർച്ച ലഭിക്കുമ്പോഴും മുഖ്യമന്ത്രിമാരെ മാറ്റുകയോ നിലനിർത്തുകയോ ചെയ്യുന്നതിന് ഇത് മാനദണ്ഡമാകുന്നു. 2016 കോൺഗ്രസിൽ നിന്ന് ഭരണം പിടിച്ച അസാമിൽ പാർട്ടി നേതാവായ സർബാനന്ദ് സോണോവാളിനെ മാറ്റി കോൺഗ്രസിൽ നിന്ന് വന്ന ഹിമന്ത് ബിശ്വ ശർമ്മ, ഗോവയിൽ പ്രമോദ് സാവന്ത്, അരുണാചൽ പ്രദേശിൽ പ്രേമ ഖണ്ഡ എന്നിവർ പുതുമുഖങ്ങളായിരുന്നു. കർണാടകയിൽ യെദിയൂരപ്പയ്ക്ക് പകരം ബസവരാജ ബൊമ്മയെ, ത്രിപുരയിൽ വിപ്ലവ് കുമാറിന് പകരം മണിക് സാഹയെയും നിയമിച്ചിരുന്നു. BJP കോട്ടയായ ഗുജറാത്തിൽ മോദിയുടെ പിൻഗാമികളായി നിലവിലെ ഭൂപേന്ദ്ര ഭായി പട്ടേൽ അടക്കം 3 പേർ വന്നു. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന് 2ാം തവണയും അവസരം നൽകിയത് അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ള പ്രസക്തി വിലയിരുത്തിയാണ്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ആദ്യമായി സഭയിലെത്തുന്ന നേതാവാണ്. എന്നാൽ BJPയിലൂടെ സംഘടനാ പാഠവം തെളിയിച്ചിരുന്നു. RSS ബന്ധവും നേട്ടമായി. സിന്ധ്യ രാജകുടുംബത്തിൽ നിന്നുള്ള വസുന്ധര രാജയെ മാറ്റി ഭജൻലാലിനെ കൊണ്ടുവരുമ്പോൾ BJP കൃത്യമായ സന്ദേശം നൽകുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിലെ പരിചയത്തേക്കാൾ പാർട്ടിക്കുള്ളിലെ സ്വീകാര്യതയാണ് മുഖ്യം. വസുന്ധരയ്ക്ക് പാർട്ടിക്കുള്ളിൽ സ്വാധീനമുണ്ടെങ്കിലും നരേന്ദ്രമോദി, അമിത്ഷാ ദ്വയത്തിന് അനഭിമതയായിരുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വസുന്ധരയുടെ നേതൃത്വം രാജസ്ഥാനിൽ പാർട്ടിക്ക് ആവശ്യമില്ലെന്ന സന്ദേശവും BJP നൽകുന്നു. മധ്യപ്രദേശിൽ 2005 മുതൽ മുഖ്യമന്ത്രി പദത്തിലുള്ള ശിവരാജ് സിംഗ് ചൗഹാന് 2018 ഇളക്കം തട്ടിയിരുന്നു. അന്ന് കോൺഗ്രസ് ഭരണത്തിലേറിയതോടെ തീരുമാനമെടുക്കേണ്ടി വന്നില്ല. എന്നാൽ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ സഹായത്തോടെ BJP വീണ്ടും അധികാരത്തിലേറിയപ്പോൾ ചൗഹാന് വീണ്ടും അവസരം നൽകാൻ പാർട്ടി തീരുമാനിച്ചു. ഇക്കുറി വൻ വിജയം നേടിയെങ്കിലും മുൻ തീരുമാനപ്രകാരം പുതിയ നേതാവിനെ ഇറക്കുകയായിരുന്നു പാർട്ടി. ഭരണവിരുദ്ധ തരംഗം അതിജീവിച്ച് ഭരണ തുടർച്ച നേടിയ സംസ്ഥാനത്ത് പാർട്ടിയുടെ സ്വാധീനം നിലനിർത്താൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കരസ്ഥമാക്കാൻ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആൾ വേണമെന്ന കേന്ദ്ര നേതൃത്വം തീരുമാനമാണ് മോഹൻ യാദവിലേക്ക് എത്തിച്ചത്. ഛത്തീസ്ഗഡിൽ ലഭ്യമായ നേതാക്കളിൽ പ്രമുഖൻ മാത്രമായിരുന്നു മുൻ മുഖ്യമന്ത്രി രമൺ സിംഗ്. അതിനാൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുക ബുദ്ധിമുട്ടായില്ല. ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായി, മധ്യപ്രദേശിലെ മോഹൻ യാദവും രാജസ്ഥാനിലെ ഭജൻലാൽ ശർമ്മയും മുഖ്യമന്ത്രി പദപ്രഖ്യാപനത്തിന് മുൻപ് വരെ ചർച്ചകളിൽ ഒന്നും ഉയർന്നു വന്നിരുന്നില്ല. രാജസ്ഥാനിൽ നിയമസഭാ കക്ഷി യോഗത്തിന് മുൻപ് നടന്ന ഫോട്ടോ സെഷനിൽ 3ാം നിരയിൽ അപ്രസക്തനായി നിൽക്കുന്ന ഭജൻലാൽ ശർമ്മയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. 3ഇടത്തും പുതുമുഖങ്ങൾ വേണമെന്ന് ആദ്യമേ തീരുമാനിച്ച കേന്ദ്ര നേതൃത്വം സാധ്യതാ പട്ടികയിലുള്ളവരുടെ പേരുകൾ അവസാന നിമിഷം വരെ പുറത്തുവിട്ടില്ല.
നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുൻ കേന്ദ്രമന്ത്രിമാരുടെയും എം പിമാരുടെയും പേരുകളായിരുന്നു മാധ്യമ ചർച്ചകളിൽ നിറഞ്ഞത്. ആ സസ്പെൻസ് നീണ്ടതോടെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ഒരാഴ്ചയിലേറെ നീണ്ടു. കോൺഗ്രസ് ജാതി സെൻസസ് രാഷ്ട്രീയ വിഷയമായി ഉയർത്തവേ അടുത്ത വർഷത്തെ പൊതുതെരഞ്ഞെടുപ്പിനെ മുന്നോടിയായി ജാതി സമവാക്യങ്ങൾ പാലിക്കാനുള്ള BJPയുടെ മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ മുഖ്യമന്ത്രിമാരുടെ നിയമനം.